പ്രിയരെ, ഇന്നലെ ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിരുന്നല്ലോ. എന്താണ് ഫ്രണ്ട്ഷിപ്പ്? എങ്ങനെ ആയിരിക്കണം? ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയ കൂട്ടുകാരായിരുന്നു. ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിച്ച ആളുകളായിരുന്നു. എപ്പോഴും നബിതങ്ങളുടെ അടുത്തേക്ക് രണ്ടാളും പോകുമായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ വീട്ടിൽ നിന്നും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ വീട്ടിൽ നിന്നും പുറപ്പെടും. അങ്ങനെ പുറപ്പെട്ട് രണ്ടാളും കണ്ടുമുട്ടുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം അങ്ങോട്ട് കാണുമ്പോൾ തന്നെ അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുമായിരുന്നു. എപ്പോൾ കണ്ടാലും ഉടനെ സലാം പറയും. ഇതായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പതിവ്. സലാം പറയുകയും മടക്കുകയും ചെയ്യും. അങ്ങനെ കാലങ്ങൾ, ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഒരു ദിവസം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാധാരണ ഇങ്ങോട്ട് സലാം പറയുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് സലാം പറഞ്ഞില്ല. എപ്പോഴും സലാം പറയുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇന്ന് എന്ത് പറ്റി എന്ന് മനസ്സിന് വല്ലാത്തൊരു വിഷമം. സലാം അങ്ങോട്ട് തിരിച്ചു പറയാമെങ്കിലും ഇങ്ങോട്ട് പറയുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതായ ഒരു വിഷമം വന്നു. ഈ വിഷമത്തിലായി നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്നും ഞങ്ങൾ രണ്ടാളും വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഞങ്ങളെ കാണുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് സലാം പറയാറുണ്ടായിരുന്നു, ഇന്ന് പറഞ്ഞിട്ടില്ല നബിയെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുക, നബിയെ, അങ്ങ് പറഞ്ഞിട്ടില്ലേ സലാം കൊണ്ട് ആരാണോ ആദ്യം തുടങ്ങിയത് അവർക്ക് സ്വർഗത്തിൽ കൊട്ടാരം ലഭിക്കുമെന്ന്? എന്നാൽ ആ കൊട്ടാരം എന്നും ഞാനാണ് കൊണ്ടുപോകാറുള്ളത്. ഇന്ന് എൻ്റെ കൂട്ടുകാരനായ ഉമറിന് ആ കൊട്ടാരം ലഭിക്കട്ടെ എന്ന് കരുതി ഞാനൊന്ന് മൗനം പാലിച്ചതാണ് നബിയെ എന്ന് പറഞ്ഞപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ കൂട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞു പോവുകയാണ്. ഇതാണ് ഫ്രണ്ട്ഷിപ്പ്.